ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മറൈൻ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ഇന്ന് നിരാശരായിരിക്കും. എനിക്കറിയാം, പലരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിട്ടുണ്ട്, പലർക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ പലരും ലാഭത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ജീവിതം പിന്നെ എന്താണ് സുഖദുഃഖ സമ്മിശ്രമാണെന്ന് പറയുന്ന പോലെ ട്രേഡിംഗ് ലൈഫ് എന്ന് പറയുന്നത് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ഒരു സമ്മിശ്ര ഒരു യാത്രയാണ് അല്ലേ. അതിൽ നഷ്ടം വരുമ്പോൾ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, നഷ്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ നഷ്ടത്തെ ലഘൂകരിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ കൃത്യമായ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് ഇറങ്ങേണ്ട പോയിന്റിൽ നമ്മൾ ഇറങ്ങാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഇന്നലെ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ലാഭം കിട്ടുമ്പോൾ അമിത സന്തോഷവും നഷ്ടം വരുമ്പം അമിത നിരാശയും നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ഭരിക്കാൻ പാടില്ല. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അയ്യോ സാറേ ഇതാ കിട്ടി, എനിക്ക് ഒത്തിരി കിട്ടി, ഇരട്ടി കിട്ടി, അന്യായം കിട്ടി എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു ഇല്ലേ. ഇന്നെന്താണ് നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ ഇതാണ് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സന്തോഷമോ കൂടുതൽ നെഗളിക്കാനോ, ഇപ്പം നെഗളം എന്ന് പറഞ്ഞ വാക്ക് അനുഭവിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ എനിക്ക് ഇത്ര ഭയങ്കര ഹ്യൂജ് ലാഭം കിട്ടി, ഇനി മാർക്കറ്റ് പൊട്ടും എന്നൊക്കെ പറഞ്ഞ് ധരിച്ചിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾക്ക് കിട്ടുന്ന ലാഭത്തിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നന്മയിൽ നമ്മൾ നെഗളിക്കാൻ പാടില്ല. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. നഷ്ടം വരുമ്പം അതിനെ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കാൻ പാടില്ല. നമ്മൾ അമിതമായിട്ട് അഹങ്കരിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും അത് നിങ്ങളുടെയാണ്, എനിക്കതിനകത്ത് യാതൊരു പങ്കുമില്ല ഇല്ലേ. ഞാനൊരു വഴികാട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കിട്ടിയാൽ അത് മൊത്തം നിങ്ങൾക്കുള്ളതാണ്. ഞാനതിനകത്ത് പങ്കുപറ്റാൻ വരാറില്ല. നഷ്ടം വന്നാലും എന്താണ്, അത് നിങ്ങളുടേത് മാത്രമാണ്, അതിലും പങ്കുപറ്റാൻ ഞാൻ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സ്റ്റോക്ക് മാർക്കറ്റാണ്, ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് ഇവിടെ. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് കൃത്യമായി സ്റ്റോപ്പ് ലോസിൽ എൻ്റെ നഷ്ടം, ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോഴും കൃത്യമായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ, നമ്മളുടെ നഷ്ടം നമ്മുടെ ലാഭം അത് എത്ര വരെ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ തലയ്ക്കകത്ത് കയറാനും ചിലരെങ്കിലും നിരാശരായിട്ടിരിക്കുന്നവരോട് ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഞാൻ തമ്പനയിൽ കാണിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ചിലവ് ചുരുക്കണം, അവനവൻ മുണ്ട് മുറുക്കി കൊടുക്കണം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുണ്ട് മുറുക്കി എടുക്കണം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്ത് ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നിലവിൽ ക്രൂഡിൻ്റെ പ്രൈസ്, എനർജി പ്രൈസ് അല്ലെ ക്രൂഡിൻ്റെ പ്രൈസ് ക്രമാതീതമായിട്ട് $100 മുകളിലോട്ട് പോയി. ഇപ്പം നിലവിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഏകദേശം $101 ക്രൂഡ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നൊരു രാജ്യം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ടലുകൾ അല്ലേ, ആ ഹോട്ടലുകളിൽ അവരുടെ ഈ ഒരു സിലിണ്ടർ ഏകദേശം 950 രൂപയ്ക്ക് അടുത്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഭക്ഷണ സാധനങ്ങളുടെ വില കൂട്ടിക്കൊടുത്തില്ല. അപ്പോൾ ചായ 10 രൂപയ്ക്ക് കൊടുക്കും, ചായ ചിലപ്പം 15 രൂപയ്ക്ക് 16 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. 10 രൂപയ്ക്ക് കൊടുക്കുന്ന പൊറോട്ട ചിലപ്പോൾ 20 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആകുമ്പം രാജ്യത്ത് എന്താ സംഭവിക്കുന്നത്? സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി പറയാം. അങ്ങനെ സംഭവിക്കുമ്പോൾ രാജ്യത്ത് സംഭവിക്കും, വിലക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ കയറ്റം കൂടും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. കാരണം പെട്രോളിൻ്റെ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും ഇല്ലേ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ സാധനങ്ങൾക്ക് വില കൂടും. അങ്ങനെ രാജ്യത്തെ പണപ്പെരുപ്പത്തിൻ്റെ തോത് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ജനജീവിതം എന്താകും? ദുസ്സഹമായിട്ട് മാറും. നിലവിൽ പെട്രോളിൻ്റെ പ്രൈസ് കൂട്ടിയിട്ടില്ല, പക്ഷെങ്കിൽ 3 കമ്പനികളും BPCL ആയാലും HP ആയാലും ഇന്ത്യൻ ഓയിലായാലും എല്ലാവരും വളരെയധികം നഷ്ടത്തിലാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ക്രൂഡ് വില കുറഞ്ഞപ്പോഴും നിങ്ങൾ തന്നെ അനുഭവിച്ചു. ശരിയാണ്. അപ്പോൾ അത് ആ പൈസ രാജ്യത്തിൻ്റെ, ഞാൻ രാഷ്ട്രീയം പറയുമല്ലേ, രാജ്യത്തിൻ്റെ വികസനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും. ഇപ്പം നിലവിലത്തെ അവസ്ഥ വെച്ച് ഇതുവരായിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് യുദ്ധം, ഫെബ്രുവരി 28 മുതൽ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആ സമയം മുതൽ പെട്രോൾ, ഡീസൽ, ക്രൂഡിൻ്റെ വില ഏകദേശം 90, 100, 110, 120 വരെ പോയി ഇല്ലേ. ഇപ്പോഴും നിലവിൽ ഇന്ന് 100 രൂപയ്ക്ക് മേളിലാണ് ക്രൂഡ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട്
വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി, പ്രത്യേകിച്ച് എനർജി കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൺസംഷനുള്ള രാജ്യമെന്ന നിലയിൽ ഇന്ത്യക്ക് ധാരാളം ധനപ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ചിലവ് ചുരുക്കണം, യാത്രകൾ കുറയ്ക്കണം, വർക്ക് അറ്റ് ഹോം ആക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് എന്താ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ ഒഴിവാകും. അപ്പം എനർജിയുടെ കൺസംഷൻ കുറയും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്കകത്തിൽ നമ്മൾ മിതത്വം പാലിക്കണം എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇത് ഒരു സൂചനയാണ് ഇല്ലേ? അപ്പോൾ ഇങ്ങനെ യുദ്ധം, അപ്പോൾ ഇത് പ്രധാനമന്ത്രി ഇങ്ങനെ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം ഉടനെ അവസാനിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം രണ്ടുപേരും 8ക്കും 7ക്കും അടുക്കുന്നില്ല ഇല്ലേ? ഇറാൻ്റെ ഭാഗം പറയുന്നു, അമേരിക്കയുടെ ഭാഗം പറയുന്നു. അവർക്ക് കുഴപ്പമൊന്നുമില്ല. പണ്ട് ഞാനൊരു കഥ പറഞ്ഞിട്ടില്ലേ, തിരുമേനിയുടെയും ഒരു പട്ടിയുടെയും കഥ പറഞ്ഞിട്ടില്ലേ? പട്ടി ഇങ്ങനെ കളിക്കുന്നു, തിരുമേനിയുടെ ചീനിക്കമ്പ് ഇങ്ങനെ ഓരോന്ന് തട്ടിക്കളഞ്ഞ് പട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? പട്ടി കമ്പ് പോകുന്ന ആർക്കാണ്? തിരുമേനിക്കാണ് നഷ്ടം ഇല്ലേ? അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കാം. പക്ഷേങ്കിൽ നഷ്ടം ഉണ്ടാകുന്ന ഇന്ത്യയെ പോലെയുള്ള നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തട്ടുകേട് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ രത്നചുരുക്കമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലെ എന്താ പറയുന്നത്, പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ പിന്നിലെ ആശയം ഇത് മാത്രമാണ്. എനർജി പ്രൈസ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാജ്യത്ത് പണപ്പെരുപ്പത്തിൻ്റെ തോത് വളരെ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പം നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഇന്ന് ഇൻഫ്ലേഷൻ്റെ ഡേറ്റ വന്നു. ഏകദേശം 3.40 ആയിരുന്നു മാർച്ചിൽ. ഇത് 3.48 ആയി. ഒരു പക്ഷെങ്കിൽ അത് ഈ മാസം 4.2 വരെ ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പം ഇൻഫ്ലേഷൻ കൂടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനെ തുടരെ പറയുന്നത്, നിങ്ങൾ ചിലവ് ചുരുക്കണം പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അപ്പോൾ നമുക്കിനി ചാർട്ടിലോട്ട് വന്നിട്ട് 1-2 കാര്യങ്ങൾ ചാർട്ടിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. നമ്മളൊന്ന് ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, നിഫ്റ്റിയുടെ ചാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ക്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞിരുന്നു 23,646 താഴെ പോയി ഒരു ലോ അതിന് താഴെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഡോട്ടഡ് ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ലോയ്ക്ക് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മാർക്കറ്റ് ഫർദറായിട്ട് താഴെ പോകുമെന്ന് പറഞ്ഞത് രാവിലെ നമ്മൾ വോയിസ് ഇട്ട് പറഞ്ഞിരുന്നത് 23,500 വരും. അതിന് ശേഷം പോവുകയാണെന്നുണ്ടെങ്കിൽ 23,336 എത്തും എന്നൊക്കെ പറഞ്ഞു. ലെവലുകൾ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്ത് അവിടെ നിന്ന് തിരിച്ച് ഒരു റിവേഴ്സൽ പോലെ കാണിച്ചു. നിലവിലുള്ള അവസ്ഥ ഇപ്പം നിലവിലുള്ളത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് വേറെ ഞാനെന്താ കഴിഞ്ഞ നമ്മുടെ വീക്കിലി അനലിസ് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ? വീക്കിലി അനലിസിൽ നമ്മൾ പറഞ്ഞിരുന്നു മാർക്കറ്റ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഡേറ്റ വെച്ചിട്ട് ഞാനതുകൊണ്ടാണ് ഇന്ന് ഗ്രൂപ്പിൽ പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടെ വീക്കിലി അനലിസ് ഒന്ന് കാണണം എന്ന് പറയുന്നത്. ഡേറ്റ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയാണ് കൂടുതലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. മാർക്കറ്റ് എന്തായാലും 23,336 വന്നു. നമ്മൾ കൂടുതൽ കഥകൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി എന്താണ് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അത് പറയുന്നതിന് മുന്നേ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ USD INR നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പീക്ക് ലെവലിൽ എത്തി. ഏകദേശം 95-75 വരെ ഈ നമ്മളുടെ ഈ ഇന്ത്യൻ റുപ്പി കൂപ്പ് കൂത്തി. 95 പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റേറ്റാണ്, 95. ഓക്കെ, ആ ഏരിയ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇത് കുറയുന്ന ഒരു ലക്ഷണവും കാണിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ US ഓയിൽ $101 മുകളിൽ പോയി. $100 മുകളിലാണ് ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതും എന്താണ്, മാർക്കറ്റിലൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ള സൂചനയാണ് തരുന്നത്. പക്ഷേങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ഗോൾഡിൻ്റെ കാര്യമാണ്. ഗോൾഡ് എല്ലാവരും പറയുന്ന പോലെ ഭയങ്കര പൊട്ടിത്തകരും എന്നൊക്കെ ഇന്നലെയും പറഞ്ഞു. പക്ഷേ ഗോൾഡ് അങ്ങനെ പൊട്ടിയും തകർന്നിട്ടൊന്നുമില്ല. ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോകുന്നത്. ചെറിയൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഒരു കൺസോൾട്ടേഷൻ മോഡ്. നമുക്ക് ഇതിൻ്റെ ഞാൻ നേരത്തെ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ 4548 എന്നൊരു വര വരച്ചിട്ടുണ്ട് ഇല്ലേ? ഈ 4548 താഴെ പോയെങ്കിൽ മാത്രമേ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് എന്ന് ഗോൾഡിനകത്തിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ 4548 വളരെ ശക്തമായ ഒരു ലൈനാണ്. പലപ്പോഴും ഈ ഏരിയയിൽ വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് ഗോൾഡ്. ഓക്കെ, അതുകൊണ്ട് 4548 വാച്ച് ചെയ്യുക. ഇതിന് താഴെ പോയെങ്കിൽ മാത്രമേ ഗോൾഡിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഇവിടുന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനിയിപ്പോൾ നമുക്ക് US ഫ്യൂച്ചർ നോക്കുവാണെങ്കിൽ US ഫ്യൂച്ചറും ഈ പറയുന്ന പോലെ തന്നെ ഇപ്പം നിലവിൽ ഡൗ ജോൺസ്
ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് പോകുന്നത്. നല്ല ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നേരെ താഴോട്ട് പോകുന്നു, അവിടെ തിരിച്ച് കയറാൻ ശ്രമിക്കുന്നു. എന്താ സംഭവിക്കുന്നത് രാത്രി നമുക്കറിയത്തില്ല. എങ്കിലും മാർക്കറ്റ് മൊത്തത്തിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞാൻ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു. ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ 23,500 നാളെ 23,500 മുകളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 23,500 മുകളിൽ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് പ്രതീക്ഷയുള്ളൂ. ഓക്കെ, 23,500 മുകളിൽ നിലവിൽ നിൽക്കണം. 23,800 നമ്മൾ ഇന്നലെ പറഞ്ഞത്, ഇന്ന് നമ്മൾ 23,500 പറയുന്നു. ഈ 500 മുകളിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് വെച്ച് പുലർത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് നിലനിൽക്കണം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ 23,336 ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും 23,000 നമ്മൾ കാണേണ്ടി വരും. ഇടയ്ക്കൊരു സപ്പോർട്ടുണ്ട് 23,210. അതിനുശേഷം നമ്മൾ 23,000 എത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ പിന്നെ മാർക്കറ്റ് താഴോട്ട് കിടക്കുകയാണ്. അത് നമുക്ക് വരുന്ന പണ്ട് നമ്മൾ വരച്ചിട്ട ലെവലുകളാണ് ഇതൊക്കെ. ഓക്കെ, അതൊക്കെ അവിടെ കിടക്കട്ടെ. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഇതാണ് പറയാനുള്ളത്. 23,500 മുകളിൽ നിലനിന്നാൽ മാത്രമേ ഒരു അപ്സൈഡ് ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് 23,336 താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 23,210 23,000 ഒക്കെ നമ്മൾ ഒരു പക്ഷെങ്കിൽ കാണേണ്ടി വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് നോക്കിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞ ലെവലായത് 53,589 താഴെ പോയാൽ ബാങ്ക് നിഫ്റ്റി താഴെ പോകുന്നുള്ളൂ. അതായത് കൃത്യമായിട്ട് ആ സപ്പോർട്ടിൽ വന്നാണ് മാർക്കറ്റ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. നാളെ എന്ത് സംഭവിക്കും നോക്കുക. അതിൻ്റെ താഴെ പോയാൽ താഴെ ഒറ്റ വർത്താനേ ഉള്ളൂ ഇവിടെ. താഴോട്ടെങ്കിൽ താഴോട്ട്, മുകളിലോട്ടെങ്കിൽ മുകളിലോട്ട്. ഇതാണ് ലെവൽ 53,589. ക്ലിയർ ആണല്ലോ. അടുത്ത് നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മിഡ് ക്യാപ്പിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മറ്റുള്ളവരെയൊക്കെ വെട്ടിച്ച് കടന്ന് കയറിപ്പോയ സാധനമാണ് മിഡ് ക്യാപ്പ്. ആരുടെ പച്ചയിലാണ് കയറിപ്പോയത്? നമ്മുടെ BSEയുടെ പച്ചയിലാണ് കയറിപ്പോയത്. BSE ഇന്ന് 66 പോയിൻ്റ് നെഗറ്റീവായിരുന്നു. ബാക്കി എല്ലാവരും ഡിക്സണ്, പോളിസി ബസാർ, HDFC AMC എല്ലാവരും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു. അതുകൊണ്ടാണ് സാധനം താഴെ പോരുന്നത്. ഇപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് BSEക്ക് അതിൽ ഇനിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം 1200 പോയിൻറ്റിനടുത്ത് ഒറ്റ സ്ട്രെച്ചിൽ BSE ട്രാവൽ ചെയ്തു. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു 2 ഓവർ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണ്ടോ, ഒറ്റ സ്ട്രെച്ചിൽ ഒരു 1200 പോയിൻറ്റോളം BSE ട്രാവൽ ചെയ്തു. ആ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇതിനകത്തിലുണ്ടാവണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ 3,570 വരെ BSE വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ BSE വാച്ച് ചെയ്യുക. മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ. ഓക്കെ, നോക്കി ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. വേറെ കൂടുതൽ അതിനകത്തിന് ഒന്നും പറയാനില്ല. അതിന് മിഡ് ക്യാപ്പിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ ലെവല് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതാ നോക്കിയേ, നമ്മൾ വരച്ച വരയിൽ തന്നെ വന്ന് സപ്പോർട്ട് എടുത്ത് ആണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം അതിന് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ 13,944 ഇത് വേണ്ട. ഇതൊക്കെ ടെമ്പററി ആയിട്ട് വരച്ചിട്ടേക്കുന്നു. ഇനിയിപ്പോൾ ഇതിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 13,678 വരെ 678 587 കാണേണ്ടി വരും ഒരു പക്ഷെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ നോക്കുക. അപ്സൈഡ് പോകണമെന്നുണ്ടെങ്കിൽ 14,118 കടന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഇല്ല 944 കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കട്ട് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ 13,678 നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ BSE നോക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. BSEയുടെ ട്രെൻഡ് എങ്ങോട്ടാണോ ആ വഴിക്കായിരിക്കും മിഡ് ക്യാപ്പിൻ്റെ പോക്ക്. അത് മാത്രമല്ല, മറ്റുള്ളവരെക്കാളും വളരെ ഫാസ്റ്റായിട്ടാണ് മിഡ് ക്യാപ്പ് പെർഫോം ചെയ്തത്. അതുപോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോഴും ആ പെർഫോമൻസ് താഴോട്ടും മിഡ് ക്യാപ്പിന് കാണും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള വീണ്ടും ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. മാർക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും ദിനങ്ങളുണ്ടാകും. നഷ്ടങ്ങളുണ്ടാകുമ്പം അതിനെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ കഴിവ്. ഓക്കെ, അതിൽ നിങ്ങൾ വിജയിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല, പൈസ വെറുതെ പോകത്തേ ഉള്ളൂ. വളരെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ലാഭം കിട്ടുമ്പോൾ അമിത സന്തോഷവും, നഷ്ടം വരുമ്പം അമിത നിരാശയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഭരിക്കാൻ പാടില്ല. നാളെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.